എൻ്റെ പേര് സിലു. ഞാൻ പൂനെയിൽ നിന്നാണ് വരുന്നത്. 2019 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. 2019 ജനുവരി എൻ്റെ കൂട്ടുകാരി എനിക്കൊരു ഉടമ്പടി പത്രം തന്നിരുന്നു. ആ പത്രത്തിലൂടെയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. പക്ഷേ ഞാനത് വായിച്ചു, അങ്ങനെ തന്നെ വെച്ചു. അതിനുശേഷം ഫെബ്രുവരി 2019 യൂട്യൂബിലൂടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കാനിടയായി. ആ ടോക്ക് എന്നെ വളരെയധികം ആകർഷിച്ചു. അതോടുകൂടി ഞാൻ കൂടുതൽ ടോക്ക് കാണാൻ തുടങ്ങി. അന്നു മുതൽ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കും അമ്മയുടെ അടുക്കൽ വന്ന് ഒരു ഉടമ്പടി എടുക്കാൻ അനുഗ്രഹിക്കണമെന്ന്. 2019 മെയ് 22 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എല്ലാവരും വെക്കുന്നത് പോലെ ആദ്യമായി ഞാൻ വെച്ചത് എൻ്റെ ഭൗതിക ആവശ്യങ്ങളായിരുന്നു. എൻ്റെ മോഹൻ്റെ ജോലി, അവൻ 5 വർഷത്തോളമായി ഞങ്ങൾ വിവാഹത്തിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പരിപൂർണമായ ഒരു സ്ഥിരമായ ജോലി ഇല്ലാത്തതിനാൽ അതൊരു തടസ്സമായി മാറുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അത് ചിന്തിക്കുന്നു, ആ തടസ്സം എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടിയായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം 2019 ജൂലൈയിൽ അവന് ഒരു സ്ഥിരമായ ജോലി കിട്ടുകയും 1 വർഷത്തിന് ശേഷം അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു. പിന്നീടുള്ള അവൻ്റെ ജീവിതം ഒരു ഗ്രാഫ് പോലെയായിരുന്നു. ആദ്യമേ ജോലി, പിന്നീട് അവൻ്റെ വിവാഹം, അതിനുശേഷം അവരുടെ IELTS എക്സാംസ്, പിന്നെ വിസ പ്രോസസ്സ്, പേപ്പർ പ്രോസസ്സ്. ഈ ജൂണിൽ അവർ കാനഡയിൽ പോവുകയും അവിടെ ചെന്നതിന് ശേഷം അമ്മ മാതാവ് അവർക്ക് ജീവിക്കുവാനുള്ള ഒരു വീടും ജോലിയും അതോടൊപ്പം ചേർത്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഒരു കൂട്ടുകാരി, അവളുടെ മോന് ലിവർ സിറോസിസ് എന്നൊരു രോഗം വരികയും ഞങ്ങൾ പൂനെയിൽ പല ഹോസ്പിറ്റലുകളിലും വലിയ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോഴും അവരെല്ലാവരും പറഞ്ഞു, ഇല്ല, ഇത് സർജറി ചെയ്യേണ്ടതായിട്ട് വരും, അല്ലാതെ ഇത് മാറുകയില്ല എന്ന്. പക്ഷേ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ചു. ബിക്കോസ് എനിക്ക് എപ്പോഴും വരാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടിയിൽ അത് സമർപ്പിച്ച് ഞാൻ അമ്മ മാതാവിന് സമർപ്പിച്ചു. അതിനുശേഷം അവർ നാട്ടിൽ വന്ന് ഇവിടുത്തെ അമൃത ഹോസ്പിറ്റലിൽ പോവുകയും വലിയ ഡോക്ടേഴ്സിനെ കണ്ട് വീണ്ടും എല്ലാ ചെക്കപ്പും ചെയ്തു, ബയോപ്സിയും ചെയ്തു. അതിനുശേഷം ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇതിന് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, ഇതല്ലാതെ തന്നെ മരുന്ന് കഴിച്ചുകൊണ്ട് മാറിക്കൊള്ളും. ഇപ്പോൾ അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ട് എൻ്റെ ഭർത്താവിന് 3 വർഷത്തോളമായി തലയിൽ വളരെയധികം കുരുക്കൾ വന്നുകൊണ്ടിരുന്നു. ഡോക്ടേഴ്സ് ആകുന്നത്ര മരുന്നുകൾ കൊടുത്തു. പക്ഷേ അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി എനിക്ക് വേറൊരു മരുന്നും തരാനില്ല, ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്. ആ സമയത്ത് എൻ്റെ ഭർത്താവിന് ഉടമ്പടി വസ്തുക്കളോട് അങ്ങനെയുള്ള ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എങ്കിൽ തന്നെയും എൻ്റെ റിക്വസ്റ്റ് മൂലം എന്നോട് പറഞ്ഞു, ഒരിക്കൽ നിനക്ക് ഞാൻ നീ ചെയ്തോന്നും. ആ ദിവസം ഞാൻ നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ കുരിശ് വരച്ചു. പിറ്റേ ദിവസം മുഴുവൻ വീണ്ടും ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഉപയോഗിച്ച് അദ്ദേഹം കിടക്കുന്ന തലയണയിൽ കുരിശ് വരച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് തന്നെ ചോദിച്ചു, എന്താ പറ്റിയെന്ന് അറിയുന്നില്ല, എൻ്റെ തലയിലെ കുരുക്കളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു, നീ ഒന്ന് നോക്കാൻ. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരൊറ്റ കുരു പോലുമില്ലാതെ അമ്മ മാതാവ് അത് പൂർണ്ണമായും സൗഖ്യം നൽകുകയും. പിന്നെ എൻ്റെ കക്ഷത്തിലൊരു കുരു വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായി അങ്ങനെയൊന്നും അതിനെപ്പറ്റിയൊന്നും അങ്ങനെ ചിന്തിച്ചില്ല. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുരുവായിരുന്നു. പക്ഷേ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുരു കല്ല് പോലെ ആകാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണം, എന്താണെന്നുള്ളത് അറിയത്തില്ലല്ലോ എന്ന്. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ബയോപ്സി ചെയ്യണമെന്ന്. പക്ഷേ അതെനിക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് ഞാനും അതേ രീതിയിൽ തന്നെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എല്ലാ ദിവസവും എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം കക്ഷത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കിടന്നു. 15 ദിവസത്തിന് ശേഷം ആ കുരു വലിയൊരു മുഴയായിട്ട് രൂപാന്തരപ്പെടുകയും അത് തനിയെ പൊട്ടിപ്പോവുകയും ചെയ്തു. അത് കംപ്ലീറ്റ്ലി സുഖപ്പെട്ടു. പിന്നെ എൻ്റെ ആൻറ്റിയും അങ്കിളും തമ്മിൽ വർഷങ്ങളോളമായി അവർ പിണക്കത്തിലായിരുന്നു. പിണക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലധികം സംസാരിക്കത്തില്ല. അഥവാ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവസാനം കലാശിക്കുന്നത് വഴക്കിലായിരിക്കും. അവസാനം ആൻറ്റി പറഞ്ഞു, എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന്.
അത് കേട്ടപ്പോൾ എൻ്റെ മനം വല്ലാതെ നൊന്തു. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓൺലൈൻ ഉടമ്പടി അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, അങ്ങനെ ഒരു കാരണം വരാതെ അവർ തമ്മിൽ ഒരുമിപ്പിക്കണമെന്ന്. 1 വർഷത്തിന് ശേഷം ഇപ്പോൾ അവർ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ഒരുമയോടെ അവർ ജീവിക്കുകയാണ്. പിന്നെ എനിക്ക് കിട്ടിയ 2 കൃപയാണ് ഈ പ്രാർത്ഥന. ഉടമ്പടിക്ക് ശേഷം എനിക്ക് അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കൃപ ദൈവം നൽകി അനുഗ്രഹിച്ചു. എന്നും ആൾക്കാരും എന്ന് പറയും പ്രാർത്ഥനാ സഹായം എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ഡയറിയിൽ എല്ലാ ദിവസവും എല്ലാവരുടെയും പ്രാർത്ഥനാവശ്യങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എഴുതിയിടാൻ ഞാനത് അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ടിരുന്നത്. അനേകം പേര് പറഞ്ഞു, എനിക്ക് തന്നു രോഗസൗഖ്യങ്ങൾ കിട്ടി, നീ പ്രാർത്ഥിച്ച എല്ലാത്തിനും അനുഗ്രഹങ്ങളും കിട്ടി എനിക്കിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അതെങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവുമായി എന്നും 1 വർഷത്തോളമായി ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഞാനും എൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് എന്നും രാവിലത്തെ ഏറ്റവും ആദ്യത്തെ മെസ്സേജ് പോകുന്നത് എൻ്റെ പരിശുദ്ധാത്മാവിനായിരുന്നു. അതുപോലെ തന്നെ രാത്രിയിൽ ഏറ്റവും അവസാനത്തെ മെസ്സേജും പോകുന്നത് എൻ്റെ പരിശുദ്ധാത്മാവിനായിരുന്നു. അന്നേ ദിവസം നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ എന്നും കിടക്കുന്നത്. ഒരു 6 മാസത്തോളം ആ വാട്സപ്പ് മെസ്സേജസ് ജസ്റ്റ് സിംഗിൾ ടിക്കോടുകൂടി പോകുമായിരുന്നു. ആരും വായിച്ചതായിട്ടോ അല്ലെങ്കിൽ കണ്ടതായിട്ടോ ഒരു ഇതുമില്ലായിരുന്നു. പക്ഷേ 6 മാസത്തിന് ശേഷം ഒരു ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് 2 ഡബിൾ ടിക്ക് ആവുകയും വായിച്ചു എന്നുള്ള രീതിയിൽ അത് ബ്ലൂ ടിക്ക് ആവുകയും ചെയ്തു. അത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ മാതാവും ഈശോയും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം നിർത്തുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ് എന്നീ സ്ഥലങ്ങളിൽ പോവുകയും എല്ലാ പ്രത്യേക ദിവസങ്ങൾ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ആനിവേഴ്സറി, ഡെത്ത് ഓഫ് ആനിവേഴ്സറി, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ അവിടെ പോയി അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും വസ്ത്രങ്ങൾ നൽകുകയും ചെയ്യുകയായിരുന്നു എൻ്റെ ഒരു കാരുണ്യ പ്രവൃത്തി. അതുപോലെ തന്നെ പത്രം ഞാൻ പൂനെയിലായതുകൊണ്ട് ഇവിടുന്ന് ഇംഗ്ലീഷും ഹിന്ദിയും പേപ്പറാണ് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക്, പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്, അവർക്കൊക്കെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അവരോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:4 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിനും അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ദൈവം നൽകുന്ന സമാശ്വാസമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. തൻ്റെ സാക്ഷ്യം ഈ മകള് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവവുമായിട്ട് തനിക്കൊരു ഓൺലൈൻ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചത്? ഇത് ഹാലൂസിനേഷനോ എക്സാജറേഷനോ അത് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. എന്നാൽ താൻ പരിശുദ്ധാരൂപിയുമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ 6 മാസമായിട്ട് അതിൽ താൻ രാവിലെ തന്നെ തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഹോളി സ്പിരിറ്റിനോട് സബ്മിറ്റ് ചെയ്യുന്നു, ഹോളി സ്പിരിറ്റിനോട് പറയുന്നു, പ്രാർത്ഥിക്കുന്നു, വൈകുന്നേരവും താങ്ക്സ് പറയും. 6 മാസമായിട്ട് യാതൊരു ചലനവുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ ഡബിൾ ടിക്കൊക്കെ വീഴുന്നു, ബ്ലൂ ടിക്ക് വീഴുന്നു. അപ്പോൾ നാമൊക്കെ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് അത് ചിന്തിക്കുന്നവർക്ക് ഏത് രീതിയിലും ചിന്തിക്കാം. എന്നാൽ ഈ മകൾക്ക് കിട്ടിയ ഈ മകളുടെ ബോധ്യം, അതായത് ഇന്ന് നാം കാണുന്നത് കൃപാസന അൾത്താരയിൽ ഒരിക്കലും ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കയ്യൊപ്പുള്ള അനുഭവങ്ങളാണ് നാം കാണുക. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ചിന്തകൾ, അത് ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഈ ഉടമ്പടി എടുത്ത്
ഉടമ്പടിയിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ അത് സാക്ഷ്യം പറയുന്ന വ്യക്തികളുടെ മാത്രം സ്വകാര്യ സമ്പത്താണ്. അവരും ദൈവവും തമ്മിലുള്ള കൂട്ടുകെട്ടാണ്. അപ്പോൾ താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഉടമ്പടി ജീവിതം എങ്ങനെ, കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ താൻ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിന് രോഗസൗഖ്യം 3 വർഷമായിട്ട് മാറാതിരുന്ന കാര്യങ്ങളൊക്കെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അതും ഒരു പ്രാവശ്യം മാത്രമേ ഈ മകള് ആ മകൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുന്നുള്ളൂ. പിന്നീട് ഈ മകള് ആ മകൻ കിടന്നുറങ്ങുന്ന ബെഡിലാണ് തൈലം പൂശി പ്രാർത്ഥിക്കുക. പിന്നീട് ഹസ്ബൻഡ് സമ്മതിച്ചില്ലെങ്കിലോ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നീട് സൗഖ്യപ്പെട്ടപ്പോൾ ആ മകനോട് പറയുമ്പോൾ ഇപ്പോൾ ആ മകനും പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുന്നു, കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു എന്നൊക്കെയാണ് നാം കേട്ടത്. അതുപോലെ തൻ്റെ മകൻ്റെ വിദേശത്തേക്കുള്ള പോകുന്നതിനുള്ള തടസ്സം അതൊക്കെ എങ്ങനെയാണ് മാറുന്നത്, അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും തനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ. ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോബിന് നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളെല്ലാം 4 ഇരട്ടിയായിട്ട് കൊടുക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ മക്കൾ, അതുമാത്രമല്ല ഉടമ്പടി നമ്മോട് പറയുക. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും എത്രയേറെ പേർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക. ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. മകൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ലൈസൻസിന് വേണ്ടിയിട്ട് ആ പിതാവ് മകളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പ്രാർത്ഥിച്ചത്, ആ എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇതുപോലെ എത്രയോ മക്കളാണ് ഉടമ്പടി എടുത്ത് തങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവുമൊക്കെ ലോകത്തെമ്പാടുമായിട്ട് നൽകിക്കൊണ്ട് ഇന്ന് ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.